ഹലോ, ഇന്നത്തെ നമ്മളെ റെസിപ്പി ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷേ സാധാരണ നമ്മൾ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയെല്ലാം ഇട്ടിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്യാറ്. ഇന്ന് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിന് പകരം വേറെ മസാല ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ മറ്റേ ചിക്കൻ ഫ്രൈൻ്റെ അത്ര കാണാൻ ഭംഗി ഉണ്ടാവില്ല. കാണാൻ വലിയ മൊഞ്ചൊന്നും ഇല്ലെങ്കിലും തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ള നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു 20ഓളം പുതിനയുടെ ഇല എടുക്കാം. പിന്നെ ഒരു കപ്പോളം മല്ലിയില അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എല്ലാത്തിലും നമ്മൾ ആഡ് ചെയ്യുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു 8 അല്ലിയോളം വെളുത്തുള്ളി ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടിയുടെ സ്ഥാനത്ത് ഇവിടെ പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്. ഒരു 4 പച്ചമുളകോളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് മാറ്റി കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണോളം വിനാഗിരി കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ലെമൺ ജ്യൂസ് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് ആയാലും മതി. വിനാഗിരി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ചിക്കൻ ഇവിടെ നല്ല കഴുകി വൃത്തിയാക്കി ഒരു മീഡിയം സൈസിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെ മസാല നമ്മൾ നല്ലവണ്ണം ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് പച്ചമുളക് ആയതുകൊണ്ട് തന്നെ കൈ നല്ലോണം എരിയാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ കൈക്കൊരു ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല പുകച്ചിലായിരിക്കും. അപ്പോൾ നമ്മൾ കൈ പുകയുന്ന പേടിയുള്ളവർ അങ്ങനെ ഒരു പ്രിക്കോഷൻ എടുക്കുന്നത് നല്ലതാണ്. നല്ല ടേസ്റ്റുള്ള മസാലയായിരിക്കും ഇത്. അപ്പോൾ ഇതാ ഞാൻ മസാലയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ ഉപയോഗിച്ചാൽ ഇത് ശരിക്കും അങ്ങോട്ട് മിക്സായി കിട്ടില്ല. അതുകൊണ്ടാണ് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ നല്ലോണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരമണിക്കൂർ മിനിമം മാറ്റി വെക്കണം. അരമണിക്കൂറിൻ്റെ മേലെ എത്ര വേണമെങ്കിലും വെക്കുക. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചൂടായ പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 6 ടേബിൾ സ്പൂണോളം ഓയിലിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നും ഇനി നമുക്ക് ഈ ചൂടായ ഓയിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടുത്ത ഭാഗവും കൂടിയും തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ പോലെ തന്നെ ഒരു 10 മിനിറ്റ് ആ ഒരു ഭാഗവും കൂടിയും വെച്ച് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് ഓയിലിൽ നിന്ന് കോരാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഭംഗിയുള്ള കളറൊന്നും കിട്ടില്ല കേട്ടോ ഈ ഒരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കുമ്പോൾ. അപ്പോൾ ഭംഗി ഉണ്ടാകുക നമ്മുടെ മറ്റേ ചിക്കൻ ഫ്രൈക്ക് തന്നെയാണ്, പക്ഷേ ടേസ്റ്റ് ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗവും കൂടി ഞാനിവിടെ വെക്കുന്നുണ്ട്. ഇനി ആ ഒരു ഭാഗം കൂടി റെഡി ആയാൽ നമുക്കിത് ഓയിലിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടുത്ത ഭാഗവും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 10 മിനിറ്റായി വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മെല്ലെ ഇനി ഇതിൽ നിന്നും ഓയിലിൽ നിന്നും കോരി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം. ഞാനിത് കംപ്ലീറ്റ് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിതാ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെയെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തെടുത്താൽ നമുക്ക് ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യാനും കഴിക്കാനും നല്ല അടിപൊളിയാണ്. പക്ഷേ നമ്മൾ നല്ലോണം ഡെക്കറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ അത് കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. കാരണം മുളക് പൊടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനൊരു കളർ ഉണ്ടാവില്ല. കാരണം പച്ചമുളക് ഇട്ടിട്ടാണല്ലോ നമ്മൾ ചെയ്തെടുക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.